നമസ്കാരം. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രിംബക് എന്ന് പറയുന്ന സ്ഥലത്തിലെ ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനമായ ബ്രഹ്മഗിരി പർവ്വത നിരയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നായ ത്രിംബകേശ്വർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നതിനായി ട്രെയിനോ ഫ്ലൈറ്റോ വഴിയോ എത്തിച്ചേരാം. ട്രെയിൻ വഴിയാണെങ്കിൽ വസൈ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ടാക്സി അല്ലെങ്കിൽ MSRTCയുടെ ബസ്സിലൂടെയോ ഇവിടെ എത്തിച്ചേരാം. 147 കിലോമീറ്റർ ദൂരമുണ്ട് വസൈയിൽ നിന്നും ഇവിടെ വരേക്കും. ഏകദേശം 5-6 മണിക്കൂർ എടുക്കും. ഫ്ലൈറ്റ് വഴിയാണെങ്കിൽ മുംബൈ എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം ടാക്സിയോ MSRTCയോ വഴിയോ എത്തിച്ചേരാം. നാസിക്കിലാണ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരുന്നതെങ്കിലും കേരളത്തിൽ നിന്നും ഡയറക്റ്റ് ട്രെയിൻ ഇവിടെ വരെയില്ല. നാസിക്കിൽ നിന്നും 30 കിലോമീറ്റർ ദൂരമുണ്ട്. മുംബൈയിൽ നിന്നും നാസിക്കിലേക്ക് ഷെയറിംഗ് ടാക്സി സർവീസ് കിട്ടും. ഒരാൾക്ക് കാറിൽ പോകുന്നതിന് 300 രൂപയാകും. വസൈയിൽ നിന്നും ത്രിംബകേശ്വർ പോകുന്ന വഴി NH48 നിന്നും എക്സിറ്റ് ആയ ശേഷം ഓഷറ, ചരൺഗാവ്, അമ്പോളി വഴിയാണ് ത്രിംബകിലേക്ക് പോകുന്നത്. ഇവിടെയെല്ലാം തന്നെ തനി ഗ്രാമപ്രദേശങ്ങളാണ്. മൺസൂൺ സമയത്താണ് ഇവിടേക്ക് വരുന്നതെങ്കിൽ ഈ സ്ഥലങ്ങളുടെ സൗന്ദര്യം കൂടെ ആസ്വദിച്ച് പോകാം. പോകുന്ന വഴിയിൽ എങ്ങും നെൽപ്പാടങ്ങളും പച്ചക്കറി കൃഷി സ്ഥലങ്ങളും മാത്രമേ ഉള്ളൂ. വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒത്ത സ്ഥലം തന്നെയാണ് ഇവിടെ. ഭാരതത്തിൽ 12 മഹാജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുണ്ട്. അതിൽ 3 മഹാരാഷ്ട്രയിലാണ്. ഭീമാശങ്കർ ജ്യോതിർലിംഗ ക്ഷേത്രം പൂനെയിലാണ്, ത്രിംബകേശ്വർ ക്ഷേത്രം നാസിക്കിലും, ഗ്രീഷ്ണേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രം ഔറംഗാബാദ് ജില്ലയിൽ എല്ലോറ ഗുഹയ്ക്ക് അടുത്തുമായാണ്. ജ്യോതിർലിംഗം ശിവഭഗവാന്റെ പ്രതിനിധാനമാണ്. ഇത് ഒരു സംസ്കൃത പദമാണ്. ഇതിനർത്ഥം പ്രകാശമെന്നാണ്. ശിവപുരാണം അനുസരിച്ച് 64 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുണ്ട്. അതിൽ 12 മഹാജ്യോതിർലിംഗ ക്ഷേത്രങ്ങളായി കണക്കാക്കുന്നു. ഈ ജ്യോതിർലിംഗങ്ങളെല്ലാം തന്നെ സ്വയംഭൂ രൂപത്തിലുള്ളതാണ്. അതായത് ആരും നിർമ്മിച്ചതല്ല, സ്വയം രൂപം കൊണ്ടവയാണ് ഈ ജ്യോതിർലിംഗങ്ങൾ. ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ആദ്യം തുടങ്ങേണ്ടത് ഗുജറാത്തിലെ പതാനിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്നുമാണ്. ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രവും ഇതാണ്. രണ്ടാമത് വരുന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീശൈലത്തു സ്ഥിതി ചെയ്യുന്ന മല്ലികാർജുന ജ്യോതിർലിംഗ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം 18 ശക്തിപീഠങ്ങളിൽ വരുന്ന ഒരു ക്ഷേത്രം കൂടെയാണ്. മൂന്നാമത് മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ സ്ഥിതി ചെയ്യുന്ന മഹാകാലേശ്വർ ക്ഷേത്രമാണ്. നാലാമത് മധ്യപ്രദേശിലെ തന്നെ കൺവയിൽ സ്ഥിതി ചെയ്യുന്ന ഓംകാരേശ്വർ ക്ഷേത്രമാണ്. അഞ്ചാമത് ജാർഖണ്ഡിലെ ദ്യോഗറിലുള്ള ബൈദ്യനാഥ് ധാമാണ്. ആറാമത് പൂനെയിലെ ഭീമാശങ്കർ ക്ഷേത്രം. ഏഴാമത് തമിഴ്നാട്ടിലെ രാമേശ്വരം ക്ഷേത്രം. എട്ടാമത് ഗുജറാത്തിലെ ദ്വാരകയിലെ നാഗേശ്വർ ക്ഷേത്രം. ഒമ്പതാമത് ഉത്തർപ്രദേശിലെ വാരണാസിയിലുള്ള കാശി വിശ്വനാഥ ക്ഷേത്രം. 10ാമതാണ് ത്രിംബകേശ്വർ ക്ഷേത്രം വരുന്നത്. 11ാമത് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രം. 12ാമത് വരുന്നത് മഹാരാഷ്ട്രയിലെ തന്നെ ഔറംഗാബാദിലുള്ള ഗ്രീഷ്ണേശ്വർ ക്ഷേത്രമാണ്. സോമനാഥ് ക്ഷേത്രത്തിൽ തുടങ്ങിയ ഗ്രീഷ്ണേശ്വർ ക്ഷേത്രത്തിൽ തൊഴുതാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ത്രിംബകേശ്വർ ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗത്തിൻ്റെ പ്രത്യേകത ത്രിമൂർത്തികളായ ഭഗവാൻ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഈ 3 ദൈവങ്ങളുടെയും മുഖങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപമാണ് ഇവിടെ കാണാൻ കഴിയുക.
കൂടാതെ 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടെ. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃത് കടഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് കുംഭമേളയുടെ പിന്നിലുള്ള ഐതിഹ്യം. ലോകമെമ്പാടുമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഈ പരിപാവനമായ ഒത്തുചേരലിൽ പുണ്യവും വിശുദ്ധവുമായ നദിയിൽ കുളിക്കുകയും ചെയ്യുന്ന മതപരമായ ഒരു സമ്മേളനമാണ് കുംഭമേള എന്ന് പറയുന്നത്. കുംഭമേള 4 വ്യത്യസ്ത സ്ഥലങ്ങളിലായി വ്യത്യസ്ത ഇടവേളകളിലാണ് നടക്കുന്നത്. അതിലൊരു സ്ഥലം ഗംഗയും യമുനയും സരസ്വതി നദിയും ഒത്തുചേരുന്ന ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്ന യുപിയിലെ പ്രയാഗ്രാജിൽ വെച്ചാണ്. ഇവിടെ ദൈവിക പ്രവാഹങ്ങളുടെ സംഗമ ഭൂമിയായി കണക്കാക്കുന്നു. അടുത്ത സ്ഥലം ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലെ ഗംഗാ നദിക്കരയിൽ വെച്ചാണ്. ദൈവങ്ങളിലേക്കുള്ള കവാടമായി ഇവിടെ കണക്കാക്കുന്നു. അടുത്തത് മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ ക്ഷിപ്ര നദിയുടെ കിഴക്കൻ തീരത്ത് വെച്ചാണ്. അടുത്ത സ്ഥലം മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ഗോദാവരി നദിയുടെ ഉദ്ഭവസ്ഥാനമായ ബ്രഹ്മഗിരി പർവ്വതനിരയുടെ അടുത്തായുള്ള ത്രിംബക് എന്ന് പറയുന്ന സ്ഥലത്താണ്. കുംഭമേള നടക്കുന്ന വേളയിൽ ഈ പുണ്യസ്ഥലങ്ങളിൽ മുങ്ങിക്കുളിക്കുന്നത് ഒരാളുടെ പാപങ്ങളെ ശുദ്ധീകരിക്കുകയും മോക്ഷത്തിലേക്ക് നയിക്കുകയും ചെയ്യപ്പെടുന്നു എന്നാണ് വിശ്വാസം. പാലാഴി കടഞ്ഞ് അമൃത് പൊങ്ങി വന്ന സമയം അസുരന്മാരുടെ കയ്യിൽ അമൃത് കിട്ടാതിരിക്കുവാനായി ഗരുഡ ഭഗവാൻ അമൃതകുംഭവുമായി പറന്നു നടക്കുകയും വിശ്രമിക്കുന്നതിനായി ഭാരതത്തിലെ 4 തീർത്ഥസ്ഥലങ്ങളിൽ ഇറങ്ങി വിശ്രമിക്കുകയും ചെയ്തു. ആ സമയം അമൃതകുംഭത്തിൽ അടങ്ങിയിരുന്ന അമൃതിൻ്റെ അംശം ഈ തീർത്ഥസ്ഥാനങ്ങളിൽ കലരുകയും ചെയ്തു. ഈ സ്ഥലങ്ങളിൽ ഓരോ 12 വർഷം കഴിയുമ്പോൾ അമൃതിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു വർഷമായാണ് കണക്കാക്കപ്പെടുന്നത്. 12 ദിവസമാണ് ദേവാസുര യുദ്ധം നടന്നത്. അതനുസരിച്ച് ഓരോ 12 വർഷം കഴിയുമ്പോഴും ഈ സ്ഥലങ്ങളിൽ അമൃതിൻ്റെ അംശം അവിടെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അടുത്ത മഹാകുംഭമേള നടക്കുന്ന സ്ഥലം പ്രയാഗ്രാജിൽ വെച്ചാണ്. 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ. അത് കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞായിരിക്കും പ്രയാഗ്രാജിലെ മഹാകുംഭമേള നടക്കുക. ത്രിംബകേശ്വറിലെ കുംഭമേള നടക്കുന്നത് 2027 ഉജ്ജയിനിൽ 2028 2033 ഹരിദ്വാറിലും. ഇവിടെയെല്ലാം പിന്നെ അടുത്ത മഹാകുംഭമേള നടക്കുക 12 വർഷം കഴിഞ്ഞായിരിക്കും.
വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതിൽ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.